SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് KSU പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആറന്മുള പോലീസ്. മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന നിള എന്ന വിദ്യാർത്ഥിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ പേരിലാണ് കേസെന്നാണ് പോലീസിന്റെ വിശദീകരണം. രണ്ടു ദിവസമായി മർദ്ദനത്തിൽ പരിക്കേറ്റ നിള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൊഴി രേഖപ്പെടുത്തിയെങ്കിലും SFI നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നത് പോലീസ് പരമാവധി വൈകിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനകത്ത് കയറി സമരം ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്നലെ പോലീസ് SFI നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇതിന് പിറകെയാണ് മർദ്ദനത്തിൽ പരിക്കേറ്റ നിളയ്ക്കെതിരെയും ആറന്മുള പോലീസ് അതേ വകുപ്പ് തന്നെ ചുമത്തി കേസെടുത്തത്. കോളേജിലെ കാവ്യ എന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയുണ്ടെന്നാണ് ആറന്മുള പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയോ പരിക്കുപറ്റിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നലെ പോലീസ് സ്റ്റേഷനകത്ത് കയറി സമരം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനടക്കം 10 പേർക്കെതിരെയും പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ആറന്മുള പോലീസിന്റെ വിചിത്ര നടപടിയിൽ പത്തനംതിട്ട SP വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ജനകീയ പ്രതിഷേധങ്ങളെ തല്ലിയൊതുക്കുന്ന ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കൊള്ളാവുന്ന FIR ഇടാൻ മടിക്കുന്ന പോലീസാണ് ബാക്കിയുള്ള മുഴുവൻ പേർക്കുമെതിരെ കേസെടുത്തു കൂട്ടുന്നത്. അപഹാസ്യം തന്നെ.